കോഴിക്കോട് വടകര കരുവാഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ അക്രമം. വീടിന് നേരെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു, പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു എന്നിവരുടെ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. ഇവർ അച്ഛനും മകനുമാണ്. സ്ഫോടനത്തിൽ വീടിന്റെ വാതിലിനും ഭിത്തിക്കും കേടുപാട് സംഭവിച്ചു. വിഷ്ണുവിന്റെ ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞും ഉറങ്ങിക്കിടക്കുന്ന മുറിക്ക് സമീപമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വിഷ്ണുവിനും അനിയനും CPM പ്രവർത്തകരുടെ ഭീഷണി ഉണ്ടായിരുന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞിനും ആ റൂം തൊട്ടടുത്തുണ്ടായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിൽ നടന്നൊരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അനിയൻ വൈശാഖിനെതിരെയും തികച്ചും ഭീഷണിപരമായ കോളുകൾ CPMൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് കൂടി പോലീസ് അന്വേഷിക്കണം. പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. പ്രതികളെ കൃത്യമായി പുറത്തു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി അസംബ്ലി കമ്മിറ്റി ആവശ്യപ്പെടുന്നു. അതേസമയം ബാബുവിന്റെയും വിഷ്ണുവിന്റെയും പരാതിയിൽ പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്ത് പോലീസ് പരിശോധനയും നടത്തി. ജനം, കോഴിക്കോട്.